അന്ത്യകാല ലക്ഷണമായി യേശുക്രിസ്തു ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് പറഞ്ഞു. മത്തായി 24:15, മർക്കോസ് 13:14. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച ഒരു പ്രവചനമാണിത്. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും എന്ന് ദാനിയേൽ 9:27 ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബം എന്ന് ദാനിയേൽ 12:11 കാണുന്നു. മ്ലേച്ഛതയുടെ വ്യാഖ്യാനത്തിൽ ഏക അഭിപ്രായമില്ല. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എതിർ ക്രിസ്തുവാണെന്ന് കരുതപ്പെടുന്നു. 2 തെസ്സലോനിക്കർ 2:1-4 വരെയുള്ള വാക്യങ്ങൾ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന വാക്യം മർക്കോസ് 13:14 ഈ വ്യാഖ്യാനത്തെ സാധൂകരിക്കുകയാണ്. അന്ത്യോക്കസ് എപ്പിഫാനസ് BC 168 യെരുശലേം ദൈവാലയത്തെ അശുദ്ധമാക്കി. ദാനിയേൽ 11:31. അവൻ ജൂപ്പിറ്റർ ദേവന്റെ ബലിപീഠം പണിത് പന്നിമാംസം അർപ്പിച്ചു. ഇതിന് സമാനമായി വിശുദ്ധ സ്ഥലത്ത് ഒരു ബിംബം സ്ഥാപിക്കുമെന്നാണ് മത്തായി 24:15 നമുക്ക് ലഭിക്കുന്ന നിഗമനം. ദാനിയേലിലെ 70-ാം ആഴ്ചവട്ടത്തിൻ്റെ ഉത്തരാർദ്ധത്തിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. ആദ്യത്തെ 3.5 വർഷം എതിർ ക്രിസ്തു യഹൂദന്മാരുമായുള്ള ഉടമ്പടിയെ മാനിക്കും. ആഴ്ചവട്ടത്തിൻ്റെ ഉത്തരാർദ്ധത്തിൻ്റെ ആരംഭത്തിൽ അവൻ ഉടമ്പടി ലംഘിക്കും. സെഖര്യാവ് 11:16-17 വരെ ബിംബത്തെ നമസ്കരിക്കാൻ യഹൂദന്മാരെ പ്രേരിപ്പിക്കും.